ഹായ്, എൻ്റെ പേര് ദീപക്. ഞാനൊരു മ്യൂസിക് പ്രൊഡ്യൂസർ, കമ്പോസർ, സിംഗറൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഹെൻറി കുരുവിള സാർ നടത്തുന്ന മ്യൂസിക് പോട്ട് ബാച്ച് 13 ഒരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളെ ബാച്ച് നടന്നിരുന്നത് 2018-2019 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. മീൻസ് ഈ ബാച്ച് കഴിഞ്ഞ് ഇറങ്ങി ആ ടൈം മുതൽ എനിക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നു. അങ്ങനെ ഒരു 7 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പല കമ്പോസേഴ്സിന് വർക്ക് ചെയ്യാറുണ്ട്. ആഡ് ജിംഗിൾസ്, അഡ്വർടൈസ്മെന്റ്സ് ചെയ്യാറുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻറ്റ് സോങ്സിന് പ്രോഗ്രാം ചെയ്യാറുണ്ട്. ഞാൻ എൻ്റേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ പല പല രീതിയിലുള്ള വർക്കുകൾ ചെയ്ത് ചെന്നൈയിലാണ് താമസിക്കുന്നത്. സോ ഈ വീഡിയോൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏതാണ്ട് ഒരു 5 വർഷം മുന്നേ ഞാനൊരു മ്യൂസിക് പോട്ടിനെ കുറിച്ചും അവിടെ വന്നിട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയ വലിയ മാറ്റങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡായി എലാബറേറ്റായി ചെയ്ത ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. സോ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനെങ്ങനെ മാറി, ഹെൻറി സാർ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, എങ്ങനെ എന്നിലുള്ള മ്യൂസീഷ്യൻഷിപ്പ് എങ്ങനെ കൂടി, അതിനുവേണ്ടി അവിടെ നിന്ന് കിട്ടിയ പലതരം പഠന രീതികളും ഒക്കെ, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ ഒരു എലാബറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഫേസ്ബുക്കിൽ മാത്രമാണ് അന്ന് അപ്ലോഡ് ചെയ്തിരുന്നത്. സോ ഇപ്പം നമ്മൾ കുറച്ചും കൂടിയും പേരിലേക്ക് എത്തിക്കാൻ നമ്മൾ റീ അപ്ലോഡ് ചെയ്യുകയാണ്. സോ എനിക്ക് തോന്നുന്നു അത് ഇപ്പം മ്യൂസിക് പോട്ടിനെ കുറിച്ചും അവിടെ വന്നാൽ എന്താണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ വീഡിയോ ഹെൽപ്ഫുൾ ആകുമെന്ന് എനിക്ക് തോന്നുന്നു. സോ അത് നമ്മൾ റീ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. സോ എല്ലാവരും അത് ചെക്കൗട്ട് ചെയ്യുക. അങ്ങനെ അതിനെക്കുറിച്ച് അറിയാനും എല്ലാം ആഗ്രഹിക്കുന്നവർ അത് ചെക്കൗട്ട് ചെയ്യുക. അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് സോ മച്ച്. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്തെന്ന് വെച്ചാൽ, മ്യൂസിക് പോട്ടിൽ നിന്ന് എനിക്കുണ്ടായ എക്സ്പീരിയൻസസും അത് എൻ്റെ ജീവിതത്തിലുണ്ടാക്കിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസും, പിന്നെ ഹെൻറി സാർ എങ്ങനെ ഞങ്ങളെല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തു, പ്രത്യേകിച്ച് ഞങ്ങളെ ബാച്ചിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു. ഞങ്ങളെ ബാച്ചിനെ എല്ലാ ബാച്ചിനെയും സാർ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങളാണ് പറയാൻ പറ്റുക. അപ്പോൾ അതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, പിന്നെ അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളെ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ മ്യൂസിക് പോട്ടിലേക്ക് എത്തിയതും മ്യൂസിക് പോട്ടിൽ എത്തുന്നതിന് മുന്നേ എൻ്റെ ഉള്ള കാര്യങ്ങളും ഞാൻ ആദ്യം ഒന്ന് പറയാം. ഞാൻ എൻജിനീയറിങ് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും മ്യൂസിക് പോട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഞാൻ എൻജിനീയറിങ് പഠിക്കുന്ന കാലത്ത് എനിക്ക് സൗണ്ട് എൻജിനീയറിങ് എന്നുള്ള കാര്യത്തിനോട് എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ എന്ന സ്ഥലത്തിനടുത്തുള്ള മേലാറ്റൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പോൾ അങ്ങനെ ഒരു സൗണ്ട് എൻജിനീയേഴ്സോ അല്ലെങ്കിൽ മ്യൂസീഷ്യൻസോ അധികം ഇല്ലാത്തൊരു സ്ഥലമായതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ ഒരു ആൾക്കാരുടെ അടുത്ത് നിന്ന് അങ്ങനെ ഒരു എന്ത് ചെയ്യണം എന്നുള്ളതിനൊരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു ആൻസർ എനിക്ക് കിട്ടിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് ഞാൻ കുറേ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് ഞാൻ കുറേ അന്വേഷിച്ചു. അപ്പോൾ അതുപോലെ കുറേ സർട്ടിഫൈഡ് കോഴ്സുള്ള കുറേ സ്ഥലങ്ങൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും ചേരാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇരുന്നിരുന്നത്. അപ്പോൾ ടേണിംഗ് പോയിൻ്റ് ആയത്, ഞാൻ കീബോർഡ് ഒരു 4-5 ക്ലാസ് ഞാൻ പഠിക്കാൻ പോയിരുന്നു. പിന്നെ അവിടുന്നാണ് എൻ്റെ കീബോർഡ് സാറാണ് എനിക്ക് ഹെൻറി സാറിൻ്റെ കാര്യം സജസ്റ്റ് ചെയ്തത്. അപ്പോൾ എനിക്ക് ആദ്യം സർട്ടിഫൈഡ് കോഴ്സല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പണ്ടും അങ്ങനെ സർട്ടിഫൈഡ് കോഴ്സ് അല്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നം എനിക്ക് പണ്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പഠിക്കണം എന്നുള്ളത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു സർട്ടിഫൈഡ് കോഴ്സ് അല്ലെങ്കിലും അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാനും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. മാത്രമല്ല, ഞാൻ ഇൻഡസ്ട്രിയിലുള്ള പലരോടും ചോദിച്ചു. അപ്പോൾ സർട്ടിഫിക്കറ്റ് അല്ല, ഹെൻറി സാർ എന്നുള്ള പേര് കേട്ടപ്പോൾ തന്നെ എല്ലാവരും അതിനെ പോയിക്കോളാൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ചെറുതായിട്ട് പാട്ട് പാടുക എന്നുള്ളതല്ല, എനിക്ക് കീബോർഡോ അല്ലെങ്കിൽ അങ്ങനെ ഗിറ്റാറോ അങ്ങനെ ഇൻസ്ട്രുമെൻസ് ഒന്നും വായിക്കാൻ അറിയണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കീബോർഡ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം കീബോർഡും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഹെൻറി സാറിനെ കുറിച്ച് അറിയുന്നതും അവിടെ എത്തുന്നതും.
ഹെൻറി സാറിന് ഞാൻ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചു, എനിക്കിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ സാറ് വരാൻ പറഞ്ഞു. ഞാൻ കോഴ്സ് തുടങ്ങിയതിന് കുറച്ച് കാലം മുന്നേ ഞാൻ അങ്ങോട്ട് ചെന്നു. സാറ് വളരെ കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് അന്ന് സംസാരിച്ചത്. വളരെ നമുക്ക് ചെയ്യാമെന്നുള്ള രീതിയിൽ സാറ് സംസാരിച്ചിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് വളരെ കോൺഫിഡൻസ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു പിച്ച് സെൻസിങ്ങിൻ്റെ ചെറിയൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ എനിക്ക് സാറിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റി എനിക്ക്. അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞങ്ങളെ കോഴ്സ് അൺഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അൺഒഫീഷ്യലി എന്ന് പറയുന്നത് ഒരു 4 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഒരു 2018 ജനുവരി തൊട്ട് ഒരു മെയ് മാസത്തിലാണ് ഒഫീഷ്യലായി സ്റ്റാർട്ട് ചെയ്തത്. അതുവരെ ഞങ്ങൾക്കൊരു പ്രിപ്പറേഷൻ ടൈം സാറ് തന്നിരുന്നു. എന്തെന്ന് വെച്ചാൽ നമ്മൾ പിച്ച് സെൻസിങ്ങും നമ്മളെ റിലേറ്റീവ് പിച്ചിനെ കുറിച്ചും ഹാർമോണിക് സെൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ബേസിക്സ് ആണ് റിലേറ്റീവ് പിച്ചും. പിന്നെ നമ്മൾ ഹാർമോണിക് ഡിറ്റക്ഷൻ, കോഡ് ഡിറ്റക്ഷൻ, അങ്ങനെ അതിൻ്റെയൊക്കെ ബേസിക് കാര്യങ്ങൾ. ഞാൻ ഹാർമോണിക് സെൻസ് ഒന്നും തീരെ ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ സാറിൻ്റെ ഇങ്ങനത്തെ ട്രെയിനിങ് കാരണമാണ് എനിക്ക് അതിൻ്റെ ഒരു ബേസിക് നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു ബേസിക്കാണ് എല്ലാ കാര്യത്തിലും അല്ലേ. അപ്പോൾ സാറ് ആ ഒരു ബേസിക് ഉണ്ടായത് എനിക്ക് ആ ഒരു കാലത്തു നിന്നാണ്. അപ്പോൾ ആ ഒരു 4 മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് വേണ്ട രീതിയിൽ എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാനടക്കം. പക്ഷെ അത് വേണ്ട രീതിയിൽ സാറ് പറയുന്ന രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. ആസ് എ മ്യൂസീഷ്യൻ നമുക്ക് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, എത്ര കീബോർഡ് വായിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിലും പിച്ച് സെൻസിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്നുള്ളത് ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മെയിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബിഗിനറായിട്ടുള്ളത് വന്നതുകൊണ്ട് തന്നെ സാറിനോട് ഞാൻ പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല. സാറത് വളരെ കൂളായിട്ട് എല്ലാവരോടും ചോദിച്ച് പഠിക്കണം, എല്ലാവരോടും അങ്ങനെ പഠിക്കാനും, പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സാറിനോട് നേരിട്ട് ചോദിക്കാനും, അങ്ങനെയുള്ള രീതിയിൽ വളരെ ഹെൽപ്പിംഗ് ആയിട്ടുള്ള രീതിയിൽ സാറ് റെസ്പോണ്ട് ചെയ്തിരുന്നു. അതെനിക്ക് കോൺഫിഡൻസ് വീണ്ടും തന്നു. പിന്നെ അത് മാത്രമല്ല, ഒരു മ്യൂസീഷ്യൻ എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടുന്ന് വളരെ വളരെ നന്നായി പഠിക്കും. കാര്യം അത് വേറൊരു സ്ഥലത്തും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലും അത് പറഞ്ഞു തരില്ല. നമ്മളേതെങ്കിലും സൈക്കോളജിസ്റ്റിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് നിന്ന് മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഫിലോസഫേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന പല കാര്യങ്ങളും ആണ് എനിക്ക് അത് വലിയൊരു പ്ലസ് പോയിൻ്റായി എനിക്ക് തോന്നി. ഇപ്പോൾ സാറ് കുറേ ബുക്സ് സജസ്റ്റ് ചെയ്യും. തിയറി ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, അങ്ങനെ പല ഇമോഷണൽ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് ശരിക്കും ഉൾക്കൊണ്ട് അത് പഠിക്കുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ച് നമ്മളത് പല രീതിയിലും നമുക്കത് എടുക്കാം, നമുക്കത് നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആവാൻ നമ്മൾ തന്നെ ശ്രമിച്ചാൽ തീർച്ചയായും അതിന് മാറ്റങ്ങളുണ്ടാകും എന്നുള്ള എൻ്റെ അനുഭവം എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ് നമ്മളിവിടെ മ്യൂസിക് പോർട്ടിൽ പഠിക്കുമ്പോൾ. സാറിൻ്റെ എക്സ്പീരിയൻസസ് പറയും, എങ്ങനെ എംപത്തറ്റിക് ആയിട്ട് മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കി നമ്മളെങ്ങനെ പെരുമാറാം. അതൊക്കെ ജീവിതത്തിൽ വലിയൊരു ലെസണാണ്. പിന്നെ അതുപോലെ നമ്മൾ ഒരു മ്യൂസീഷ്യനാകുമ്പോൾ ഏറ്റവും കൂടുതൽ വേണ്ട സാധനമാണ് നമ്മൾ ക്രിട്ടിക്കൽ ലിസണിങ്. നമ്മളെ ഒരു സാധനത്തിന് നമ്മളെ ഈ മ്യൂസിക് പ്രൊഡക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു ക്രിട്ടിക്കലായിട്ട് ലിസൺ ചെയ്യുന്ന ഒരു കേപ്പബിലിറ്റിയാണ്. അപ്പോൾ അതിന് 3 സ്റ്റെപ്സായിട്ട് സാറ് ഡിവൈഡ് ചെയ്തിട്ട് അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇമോഷണൽ ലിസണിങ്, ക്രിട്ടിക്കൽ ലിസണിങ് 1, ക്രിട്ടിക്കൽ ലിസണിങ് 2, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് തോന്നിയിട്ടുള്ള സാധനങ്ങളാണ്. അത് തീർച്ചയായും അത് വേറെ എവിടെയും ഇങ്ങനത്തെ ഒരു സിലബസ് വെച്ചിട്ട് നമ്മളൊരു മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. അത് ഹെൻറി സാറിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
അത് ഒന്ന്. പിന്നെ അത് കഴിഞ്ഞ് സാറിൻ്റെ അസൈൻമെൻറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, സാറിൻ്റെ അസൈൻമെൻറ്റ്സ് വളരെ വളരെ ഷെഡ്യൂൾഡായിട്ട് വളരെ ക്ലിയർ കട്ടായി ഉണ്ടാക്കിയൊരു സിലബസായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ എങ്ങനെ ഒരു സീറോയിൽ നിന്ന് എങ്ങനെ വളർന്നു വരാം, നമുക്ക് ഇത്രയും കാര്യങ്ങൾ അറിയാമെങ്കിലും നമ്മൾ സീറോയിൽ നിന്ന് പഠിക്കുമ്പോൾ അതിൻ്റെ മാറ്റങ്ങൾ വേറെയാണ്. നമ്മൾ വളരെ പാഷനേറ്റായിട്ട് വളരെ ആംബീഷ്യസ് ആയിട്ട് നമ്മൾ ആ ഒരു സാധനങ്ങൾ ചെയ്താൽ അതിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകും. അതും ഇതുപോലെ എല്ലാവരും മുഴുവൻ ആൾക്കാർക്കും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ അത് മുഴുവനായിട്ട് ചെയ്താൽ, എനിക്കടക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ എന്നാലും മാക്സിമം ചെയ്തിട്ടുണ്ട്. 1-2 എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എനിക്ക് എൻ്റെ എന്താ പറയുക, ഞാൻ ശ്രമിക്കാത്ത ഒന്നുമില്ല. പക്ഷേ ഇതുപോലെ ഞാനൊരു ബിഗിനറായതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ആംബിഷ്യസ് ആയിട്ടുള്ള ഒരാൾക്ക് തീർച്ചയായും വരാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ ഒരു ഫ്രം ദ സീറോ സാറ് പഠിപ്പിച്ചു തരും. അത് എത്ര പഠിച്ച ആളാണെങ്കിലും, നമ്മൾ ഇപ്പോൾ ഒരു ഓൾറെഡി പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ഒരാളാണെങ്കിലും സാറ് സീറോയിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തരും. ശരിക്കും അത് വളരെ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് സീറോയിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മൾ വിട്ടുപോയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം. ഞാൻ ഓൾറെഡി സീറോ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്കത് വളരെ ബെനിഫിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് മ്യൂസിക് പോർട്ടിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, വളരെ ആംബീഷ്യസ് ആയിട്ട് ഉള്ളൊരു ആൾക്കാർക്ക്, വളരെ പാഷനേറ്റായിട്ട് ഉള്ളൊരു ആൾക്കാർക്ക്, ഒരു മ്യൂസിക് പ്രൊഡക്ഷൻ അങ്ങനെ കാണുന്ന ഒരാൾക്കാർക്ക് അവർക്ക് വളരെ ഗുണം ചെയ്യുന്ന ഒരു കോഴ്സാണിത്. ഇത്രയും നല്ല സ്ഥലം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും നമുക്ക് പേഴ്സണലി അറ്റാച്ച്ഡായി പഠിക്കാൻ പറ്റിയ ഒരു ടീച്ചറോ ഇങ്ങനെ ഒരു സ്ഥലമോ എനിക്കുണ്ട് എന്ന് എൻ്റെ അറിവിലില്ല. എനിക്ക് മേ ബി വേൾഡിൽ തന്നെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടോ എന്ന് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത്രയും ഇവിടെ പഠിക്കാൻ വേണ്ടി അത്രയും പാഷനേറ്റായി വരുന്ന ഒരാൾക്ക് തീർച്ചയായും ഇവിടുന്ന് വളരെ നന്നായി പഠിച്ച് വളരെ നല്ലൊരു കരിയർ ഉണ്ടാക്കി തന്നെ പോവാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സാർ അവിടെ 5 ഡോ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങളായിരുന്നപ്പോൾ 3 ഡോ ആയിരുന്നു, ഇപ്പോൾ 5 ഡോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേറെ എവിടെയും അങ്ങനെ ഇത്രയധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റില്ല. നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചു പോയാൽ നമുക്ക് പിന്നെ ഒന്നും നോക്കാമല്ലോ ജീവിതത്തിൽ. നമ്മൾ അത്രയും ഇൻഫർമേഷൻ ആയിട്ടായിരിക്കും അവിടുന്ന് നമ്മൾ പുറത്തിറങ്ങുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മ്യൂസിക് പോർട്ടിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഒരു ആസ്പയറിങ് ആയിട്ടുള്ളൊരു മ്യൂസിക് പ്രൊഡ്യൂസർക്ക് ഏറ്റവും പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് മ്യൂസിക് പോർട്ടിനെ പറയാനുള്ളത്. ഹെൻറി സാറിനെ ഏറ്റവും നല്ലൊരു ടീച്ചറായിട്ടും, നമ്മുടെ ഓഡിയോ എൻജിനീയറിങ്ങിലോ അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ്റെയോ ഏറ്റവും നല്ലൊരു ടീച്ചറായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഏറ്റവും നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടും എനിക്ക് ഹെൻറി സാറിനെ പറയാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ എന്നെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും ഇൻസ്പയർ ചെയ്യും. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പ് തരാൻ പറ്റും. അപ്പോൾ താങ്ക് യു.